سيدنا محمد وعلى ال سيدنا مولانا محمد اللهم صل وسلم وبارك على هذه الواصله وسلم الاسلام الى محمد صلى الله عليه وسلم ثم الى قائد الاخوان الانبياء المرسلين والى فرد الزواج الطاهره وعلوم وزار التساعد اللهم يكرم بجاه النبي الهادين ونصرنا لا اله الا انت اللهم اغفر لنا اللهم رحمة قلوبنا وارزقنا بسلام والعافية اللهم بارك لنا فيما اعطيتنا وبارك لنا في جميع امورنا شر ما قضيت ربنا ظلمنا انفسنا. ആരും സംശയിക്കൊന്നും വേണ്ട, ഏതെങ്കിലും പള്ളി പരിപാടിയുടെ കമ്മിറ്റിയുടെ പ്രോഗ്രാമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് UDFിൻ്റെ സത്യപ്രതിജ്ഞയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു കമ്മിറ്റി എന്തോ നടക്കുന്നതാണ് ഈ കണ്ടത്. തെറ്റൊന്നുമില്ല, ഇന്ത്യ ഒരു മതേതര രാജ്യമായ സ്ഥിതിക്ക് ഇതൊക്കെ അലൗഡാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണം കയ്യിലില്ലാത്തത് കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഇത്തരത്തിലുള്ള പരിപാടികളും സെറ്റപ്പുകളൊന്നും അധികാരം കണ്ടു കാണില്ല. ആളുകൾ മറന്നിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ലീഗുകാരാണല്ലോ, ഓരോന്നോരോന്നായിട്ട് ഓർമ്മിപ്പിച്ച് ആളുകളെ പുളകം കൊള്ളിച്ചോളും. പിന്നെ ലീഗുകാർക്ക് അധികാരം കിട്ടിയാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ മുതലുള്ള ഓരോ ആഹ്ലാദ പ്രകടനത്തിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പ്രശ്നം ഇവിടെയൊന്നുമല്ല. കഴിഞ്ഞ ശബരിമല സമരത്തിൻ്റെ സീസണിൽ പോലും BJPക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയിട്ടുള്ളൊരു സുവർണാവസരമുണ്ട്. ഇനിയാണ് യഥാർത്ഥത്തിൽ ആ സുവർണാവസരം വരാൻ പോകുന്നത്. ലീഗുകാരുടെ കയ്യിൽ ഭരണം ഇരിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെക്കാട്ടിലും ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്കാർക്കാണ്. ലീഗുകാരുടെ ഇത്തരം മതേതരമായിട്ടുള്ള ആക്ടിവിറ്റീസും അതിൻ്റെ പേരിൽ ഇനി ലീഗുകാരുടെ നേതാക്കന്മാർ നടത്താൻ പോകുന്ന ഓരോരോ പ്രസ്താവനകളും അവരുടെ സ്ഥിരം ശൈലിയിൽ, നമ്മുടെ ഷാജി ആണെങ്കിലും അത് കഴിഞ്ഞുള്ള ബഷീർ ആണെങ്കിലും ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അധികാരം കിട്ടിയ ശേഷമുള്ള ലീഗ് എന്താണെന്നുള്ളത് കേരളം മറന്നിരിക്കുകയായിരുന്നു. മിക്കവാറും അടുത്ത 5 വർഷം കൊണ്ട് അത് നല്ല രീതിക്ക് ഓർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ ഭയങ്കരമായിട്ട് ലീഗിനെ ഓർത്തു തുടങ്ങുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ BJPക്കാർക്കാണ്. പോരാത്തതിന് ഓൾറെഡി 3 MLAമാർ നിയമസഭയിലുണ്ട് താനും. അപ്പോൾ പിന്നെ BJPക്കാർക്ക് ആളെ കൂട്ടാനും അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരുടെ ഇത്തരം നല്ല സ്നേഹസമ്പന്നമായിട്ടുള്ള പ്രവർത്തികൾ കൊണ്ട് ആളുകളുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാവാനും അത് BJPക്ക് ഗുണകരമായി മാറാനും പോകുന്ന 5 വർഷമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ നേമത്ത് രാജഗോപാൽ ജയിച്ച് ഒരു സീറ്റ് കിട്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് മന്ത്രിസഭയും കാര്യങ്ങളൊക്കെ ഓൾറെഡി LDFന് സെറ്റായി. എങ്കിലും ആ ഒരു സീറ്റ് BJPക്ക് കിട്ടിയതിൽ LDFിൽ ഓരോ നേതാക്കന്മാരോടും ചോദിക്കുമ്പോൾ അവർ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, അതല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും ആ സീറ്റ് പൂട്ടിക്കും എന്നൊക്കെയുള്ള വാശി LDFകാർക്ക് ഉണ്ടായിരുന്നു. ഇത്തവണ KC വേണുഗോപാലിനോട് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം 3 സീറ്റ് BJPക്ക് ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു അതൊന്നും വലിയ കാര്യമല്ല, അത് യാതൊരു രീതിയിലുള്ള വിഷയമേ അല്ല. BJPക്ക് 3 സീറ്റ് കിട്ടിയതൊരു വിഷയമേ അല്ലാതെ കാണുന്ന കോൺഗ്രസും ആ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് നിൽക്കാൻ പോകുന്ന ലീഗുകാരുടെ സ്ഥിരം സ്വഭാവവും ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്കാരുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ശബരിമല മിസ് ചെയ്ത പോലെ പ്രിയപ്പെട്ട BJP നേതാക്കളെ ഇത് മിസ് ചെയ്ത് കളയരുത്. ഉപയോഗിക്കൂ. ഇതാണ് നിങ്ങളുടെ അവസരം. സ്പ്ലിറ്റ് ഉണ്ടാക്കൂ, സ്പർദ്ധ വളർത്തൂ, കേരളം പിടിക്കൂ.